അതുകൊണ്ട് ഈ ജയിലിൽ ഈ വളരെ അച്ചടക്കത്തോടു കൂടി പെരുമാറി എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിനായി ഇപ്പോൾ ചെന്താമരയുടെ അഭിഭാഷകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോടതിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയാണ്. കാരണം ഇതേ ജഡ്ജിക്ക് മുൻപാകെയാണ് സജിത വധക്കേസിന്റെ ഈ എല്ലാ വാദങ്ങളും കേൾക്കുകയും ഇരട്ട ജീവപര്യന്തം ശിക്ഷയും വിധിക്കുകയും ചെയ്തത്. ഈ കേസിൽ എന്തെങ്കിലും പ്രകോപനത്തിന്റെ പേരിലുണ്ടായ ഒറ്റ കൊലപാതകമല്ല. ഈ പട്ടാപ്പകൽ 2 പേരെയാണ് കൊലപ്പെടുത്തുന്നത്. സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നത്. വയോധികയായ സ്ത്രീയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. അവർ ഈ സജിതയുടെ കുടുംബത്തിലായി സജിതയെ കൊലപ്പെടുത്തുന്നത് ഇവർക്കാണ് എന്നുള്ളത് ഈ എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ നൽകണമെന്ന് ഈ സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ടതാണ്. അത് പൊതുസമൂഹത്തിൽ നിന്ന് ആ പോത്തുണ്ടി പ്രദേശത്തു നിന്നുള്ള പലരും പറയുന്നതാണ്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് ഇരട്ട കൊലപാതകം നടത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു. അതായത് ഈ കോടതി ജാമ്യം നൽകുന്നു, ആ ജാമ്യ വ്യവസ്ഥകൾ പൂർണ്ണമായി ലംഘിച്ചാണ് ഇരട്ട കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു കാര്യം കൂടി പ്രോസിക്യൂഷൻ ഇപ്പോൾ ഈ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കോടതി പറയുകയാണ്, ഇനി പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ഡിഫൻസിന് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ഇതാ കോടതി പറഞ്ഞിരിക്കുകയാണ്, ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് ഇരട്ട കൊലപാതകം നടത്തിയതെന്ന് കോടതി പറഞ്ഞതാണ്. അത് വളരെ സുപ്രധാനമാണ്. അപ്പോൾ കോടതി വിധി പറയുന്നതിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കോടതിയിൽ നിന്ന് വിധി ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ.